ഗൈസ്, ഗുഡ് മോർണിംഗ്. അങ്ങനെ നമ്മുടെ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ എന്റെ ഫേവറേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു, പുട്ടും ചെറുപയറായിരുന്നു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമുക്കൊന്ന് ഹോസ്പിറ്റൽ വരെ പോകാണ്ടായിരുന്നു. പോകുന്നതിന്റെ ഇടയിൽ ഇമ്മ ഇങ്ങനെ എന്റെ കുഞ്ഞു പൂന്തോട്ടമൊക്കെ കാണിച്ചു തന്നു കേട്ടോ. പുക്കളൊക്കെ വരുന്നതൊക്കെ കാണിച്ചു തന്നു. എനിക്ക് എക്സാം നടക്കുന്നതിന്റെ ഇടയിലാണ് ഉമ്മക്ക് ആക്സിഡന്റ് ഉണ്ടാവുന്നത്. ആ സമയം ഉമ്മ ആ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയപ്പോൾ എനിക്ക് ഈ ഹോസ്പിറ്റലിനോട് ഭയങ്കര വെറുപ്പായിരുന്നു. എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. നമ്മളൊരു ലൂപ്പ് പെട്ടുപോയി നമുക്ക് മനസ്സിലാവുന്ന ഒരു സിറ്റുവേഷൻ ആയിരുന്നു കേട്ടോ അത്. ഈ വരവോടുകൂടി ഇങ്ങോട്ട് വരുത്ത അവസാനിപ്പിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. നമുക്ക് 3 ഡോക്ടേഴ്സിനായിരുന്നു കാണാണ്ടായിരുന്നത്. പക്ഷേ 2 ഡോക്ടേഴ്സ് ഒന്നുമില്ലായിരുന്നു. അത് നമ്മളൊരു ഡോക്ടറിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് ഡോക്ടർ റൗണ്ട്സിന് പോയിക്കുമായിരുന്നു. അങ്ങനെ നമുക്ക് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അതിന് ഡോക്ടർ കൺസൾട്ട് ഒക്കെ ചെയ്ത് നമ്മൾ നേരെ ഇറങ്ങി ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ. നമ്മൾ ലഞ്ച് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഏകദേശം 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നേ. എനിക്ക് എന്തോ ക്യാൻറ്റീനിൽ കയറിപ്പോൾ ഫുഡ് കഴിക്കാൻ തോന്നിയില്ല. അങ്ങനെ ഞാനൊരു കട്ട് ഫ്രൂട്ട്സും അതുപോലെ കേക്ക് ആയിരുന്നു വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഉമ്മ പറഞ്ഞത് മീൽസ് ആയിരുന്നു കേട്ടോ. പക്ഷെ പകുതി സാധനങ്ങളും തീർന്നു പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കേക്ക് കഴിക്കാന്ന് വിചാരിച്ച് കേക്ക് എടുത്തു കേട്ടോ. ഞാൻ ഭയങ്കര ക്രേവിങ്സിൽ വാങ്ങിയതായിരുന്നു. പക്ഷെ ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. മുട്ട ചേർക്കണ്ടായിരുന്നു. കാണാനൊക്കെ രസം ഉണ്ടായിരുന്നെങ്കിലും കഴിക്കാൻ കൊണ്ടില്ലായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ 2 പാഴ്സലും കൂടി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. നല്ല വ്യൂ ആണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഒരു മലമുകളിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ഹോസ്പിറ്റലാണെന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ കുറെ നടക്കാനുണ്ട്. വരുന്ന വഴിക്ക് ഞാൻ കടയിൽ നിന്ന് പുല്ലുമിഠായി കണ്ടിട്ട് വാങ്ങിച്ചിട്ടോ. എനിക്ക് ഭയങ്കര നോസ്റ്റാൾജിയ തരുന്നൊരു മിഠായിയാണ് കേട്ടോ. ഞാനും ഫസീൻ ചെറുതിൽ എപ്പോഴും കഴിക്കായിരുന്നു. അപ്പൊ ഇന്നത്രേ ഉള്ളൂ. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ, ലൈക്ക് ചെയ്യുക. ബൈ ബൈ.